വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിനിടയാക്കിയത് കനത്ത മഴയെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ട്. സ്ഥലത്തിന്റെ ചെരിവും മണ്ണിന്റെ ഘടനയും ആഘാതം ഇരട്ടിയാക്കി. അപകട മേഖലയിൽ 2018 മുതൽ ചെറുതും വലുതുമായ ഉരുൾപൊട്ടലുകൾ ഉണ്ടായെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഹരികൃഷ്ണൻ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഹരികൃഷ്ണൻ, എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട്? ഉന്മേഷ്, കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന്റെ കാരണം അത് കനത്ത മഴ തന്നെയാണ്. അതിന് ട്രിഗറിംഗ് ഫാക്ടർ കനത്ത മഴ എന്നുള്ളതാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ട്. ഈ സംഭവത്തിന് ശേഷം, അതായത് ഈ വയനാട് ഉരുൾപൊട്ടലിന് ശേഷം ഈ വിദഗ്ധ സംഘം അവിടെ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പ്രാദേശിക ഘടകങ്ങൾ, അതായത് ഈ മണ്ണിന്റെ ഘടന, മണ്ണിന്റെ സ്വഭാവം അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ചർച്ചയായിട്ടുണ്ട്, ഇതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രവുമല്ല, ഈ 2018 മുതൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശമാണ്. 2019 പുത്തുമലയിൽ ഉൾപ്പെടെ വെള്ളരിമലയിലും ചൂരൽമലയിലും ഒക്കെയായി ചെറുതും വലുതുമായ നിരവധി ഉരുൾപൊട്ടലുകൾ സംഭവിച്ചിട്ടുണ്ട്. ജൂലൈ 3-ാം വാരം മുതൽ, അതായത് ഈ സംഭവം നടക്കുന്ന ഈ മാസത്തിന്റെ ആദ്യം ജൂലൈ 3-ാം വാരം മുതൽ ഈ മേഖലകളിൽ തുടർച്ചയായി മഴ പെയ്തിട്ടുണ്ട്. ദുരന്തമുണ്ടാകുന്നതിന് മുമ്പുള്ള 24 മണിക്കൂറിൽ പുത്തുമലയിൽ മാത്രം പെയ്തിറങ്ങിയത് ഏതാണ്ട് 372.6 മില്ലിമീറ്റർ മഴയാണ്. തെറ്റമലയിൽ 409 മില്ലിമീറ്റർ മഴയും സമീപ പ്രദേശങ്ങളിലെല്ലാം കനത്ത മഴ പെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഉരുൾപൊട്ടലിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. ഈ തുടർച്ചയായി മഴ പെയ്ത് നനഞ്ഞു കുതിർന്ന് കിടന്ന പ്രദേശത്ത് അധികമായി കനത്ത മഴ പെയ്തിറങ്ങിയപ്പോൾ അതിന് മർദ്ദം താങ്ങാനായില്ലെന്നും അതാണ് ഉരുൾപൊട്ടലിന് ഇടയാക്കിയതെന്നും ഉള്ളതാണ് GSIയുടെ പ്രാഥമിക കണ്ടെത്തൽ. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ റിപ്പോർട്ട് കൂടി പുറത്തു വരാനുണ്ട്. ഈ 2015-16 കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ഈ പ്രദേശങ്ങളിലെല്ലാം ഇത്തരത്തിലൊരു പഠനം നടത്തിയിരുന്നു. അന്ന് തന്നെ ഇതൊരു ഉരുൾപൊട്ടൽ പ്രദേശമാണ് എന്ന് അവർ പറയുകയും ചെയ്തിരുന്നതാണ്, അതൊരു കണ്ടെത്തുകയും ചെയ്തിരുന്നതാണ്. എന്തായാലും അന്തിമ റിപ്പോർട്ടിന് ശേഷം ദുരന്തത്തിന്റെ പൂർണ്ണമായ ചിത്രം അത് എങ്ങനെയാണ് എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി ഈ GSIയുടെ റിപ്പോർട്ടിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ഇതിന്റെ ട്രിഗറിംഗ് ഫാക്ടർ, ഈ ദുരന്തമുണ്ടായതിന്റെ ട്രിഗറിംഗ് ഫാക്ടർ കനത്ത മഴ തന്നെയാണെന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഉന്മേഷ്, ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.